നമസ്കാരം, പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. +2 ഇക്കണോമിക്സ് സേപരീക്ഷ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി 5 മാർക്കിന് ഉറപ്പായും ചോദിക്കുന്ന ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുടെ വിവരണങ്ങളുമാണ് ഇന്നത്തെ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓരോ ചോദ്യവും ഏത് ചാപ്റ്ററിൽ നിന്നാണ് വരുന്നത് എന്ന് കൃത്യമായിട്ട് നമ്മൾ പറയുന്നുണ്ട്. ഓരോ ഭാഗവും നിങ്ങളുടെ കൈവശമുള്ള പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തി അത് കൃത്യമായിട്ട് പഠിക്കുക. 5 മാർക്കിന് നമ്മൾ പറയുന്ന ഈ ചോദ്യങ്ങളല്ലാതെ മറ്റു ചോദ്യങ്ങൾ ഉണ്ടാവില്ല എന്ന് 100% ഗ്യാരണ്ടീഡ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനലിൻ്റെ ഗ്രോത്ത് എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യൂസും നിങ്ങളുടെ കമൻറ്റും നിങ്ങളുടെ ഷെയറിങ്ങും അതുപോലെ തന്നെ നിങ്ങളുടെ ലൈക്കുമാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. ചാനൽ ഗ്രോത്ത് ചെയ്യുന്നതിനനുസരിച്ച് മാത്രമേ നമുക്ക് കൂടുതൽ നല്ല വീഡിയോസ് ചെയ്യാൻ താല്പര്യം തോന്നുകയുള്ളൂ. അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അതിൽ ഒന്നാമത്തെ ചോദ്യം വരുന്നത് മൈക്രോ ഇക്കണോമിക്സിൻ്റെ 3ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് എന്ന് പറയുന്നതിൽ നിന്നാണ്. അതിലെ ആ ചോദ്യം ഇപ്പം നിങ്ങൾക്ക് ഇവിടെ പറയാൻ പോകുന്ന ഈ ചോദ്യങ്ങളെല്ലാം നമ്മളുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള ചോദ്യങ്ങളാണ്, റിപ്പീറ്റഡ് ചോദ്യങ്ങളാണ്. അതിലൊന്നാമത്തെ ചോദ്യം, the diagram shows the relationship between average cost, that is AC, and marginal cost, that is MC curve. അതായത് ശരാശരി വക്ര ചെലവും സീമാന്ത ചെലവ് വക്രവും തമ്മിലുള്ള ബന്ധം ഡയഗ്രത്തിൽ കാണിച്ചിരിക്കുന്നു. അപ്പോൾ ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ഈ ചിത്രപ്രകാരം MC, AC എന്നീ കർവുകൾ ഉൾപ്പെടുന്ന, അതായത് സീമാന്ത ചെലവ്, ശരാശരി ചെലവ് എന്നിവ ഉൾപ്പെടുന്ന 2 കർവുകൾ ഉള്ള ഒരു ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. അതുപ്രകാരം റൈറ്റ് ഷോർട്ട് നോട്ട് ഓൺ, എന്നിട്ട് അതിൽ ചോദ്യം കൊടുത്തിരിക്കുന്നുണ്ട്, കുറിപ്പ് എഴുതാനാണ് പറഞ്ഞുള്ളത്. അതിൽ A ക്വസ്റ്റ്യൻ ആവറേജ് കോസ്റ്റ് ആണ്, ശരാശരി ചെലവിനെ കുറിച്ച് ഒരു കുറിപ്പ് എഴുതണം. B ക്വസ്റ്റ്യൻ മാർജിനൽ കോസ്റ്റിനെ കുറിച്ച് ഒരു കുറിപ്പ് എഴുതണം. അതുപോലെ തന്നെ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ ഡയഗ്രാം ഐഡൻറ്റിഫൈ എനി 2 റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ആവറേജ് കോസ്റ്റ് ആൻഡ് മാർജിനൽ കോസ്റ്റ്. മുകളിൽ നൽകിയിരിക്കുന്ന ഡയഗ്രത്തിൻ്റെ സഹായത്തോടെ ശരാശരി ചെലവ്, സീമാന്ത ചെലവ് എന്നിവ തമ്മിലുള്ള 2 ബന്ധങ്ങൾ എഴുതുക എന്നാണ്. അപ്പോൾ നിങ്ങൾ ഇത് പഠിച്ചു പോകേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ ചോദ്യം ഇപ്പോൾ ഇത്രയും വിശദീകരിച്ചിട്ടാണ് തന്നിട്ടുള്ളത്. ഡയറക്റ്റായിട്ട് തരാവുന്നേ ഉള്ളൂ. എന്താണ്? വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഡയഗ്രാം ഐഡൻറ്റിഫൈ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ആവറേജ് കോസ്റ്റ് ആൻഡ് മാർജിനൽ കോസ്റ്റ്, അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ആവറേജ് കോസ്റ്റ് ആൻഡ് മാർജിനൽ കോസ്റ്റ്. അത് അങ്ങനെയാണ് ചോദ്യം സാധാരണ വരാറുള്ളത്. അപ്പോൾ ഇതൊന്നും കൂടെ പ്രസ്താവന ടൈപ്പിൽ കുറച്ചും കൂടി വിശദീകരിച്ച് കൊടുത്തു എന്നേ ഉള്ളൂ. സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എന്തായാലും അത് ഇമ്പോർട്ടൻ്റ് ആണ്. ചാപ്റ്റർ മറക്കണ്ട. മൈക്രോ എക്കണോമിക്സിൻ്റെ 3ാമത്തെ ചാപ്റ്റർ പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് എന്ന് പറയുന്നതിൽ അവസാന ഭാഗത്താണ് നമുക്ക് ഈ ഒരു ചോദ്യം കാണുന്നത്. രണ്ടാമതൊരു ചോദ്യം, വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ ഡയഗ്രാം അനലൈസ് പ്രൈസ് സീലിംഗ് ആൻഡ് പ്രൈസ് ഫ്ലോർ. വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. മൈക്രോ എക്കണോമിക്സിൻ്റെ 5ാമത്തെ ചാപ്റ്റർ മാർക്കറ്റ് ഇക്വിലിബ്രിയം എന്നതിൽ നിന്നാണ് ഈ ചോദ്യം വരുന്നത്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഡയഗ്രാം അനലൈസ് പ്രൈസ് സീലിംഗ് ആൻഡ് പ്രൈസ് ഫ്ലോർ. പ്രൈസ് സീലിംഗ്, പ്രൈസ് ഫ്ലോർ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അതായത് തറവിലയും അതുപോലെ തന്നെ വിലപരിധിയുമാണ് ഡയഗ്രത്തിൻ്റെ സഹായത്തോടെ വിശകലനം ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ചാപ്റ്റർ 5 മൈക്രോ എക്കണോമിക്സ്. കൃത്യമായിട്ട് പഠിക്കുക. ഇതും ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് ഭാഗത്തായിട്ട് വരുന്ന വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അടുത്തൊരു ചോദ്യം, പ്രിപ്പയർ നോട്ട് ഓൺ റവന്യൂ റെസിപ്റ്റ്, റവന്യൂ എക്സ്പെൻഡിച്ചർ. ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് സ്ഥിരമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചാപ്റ്ററാണ്. ഈ റവന്യൂ റെസിപ്റ്റ്, റവന്യൂ എക്സ്പെൻഡിച്ചർ എന്താണെന്ന് എഴുതാൻ വേണ്ടി മാത്രമാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ 5 മാർക്കിനെന്ന് പറയുമ്പോൾ അത്രയ്ക്കും വലിയൊരു ടോപ്പിക്കൊന്നും അല്ല. എന്നാലും നമുക്ക് 5 മാർക്കൊക്കെ കിട്ടാൻ സാധ്യത വളരെ ഇതാണ്. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് നേടാൻ പറ്റുന്നതാണ്. റവന്യൂ റെസിപ്റ്റും റവന്യൂ എക്സ്പെൻഡിച്ചറും നമുക്ക് വരുന്നത് മാക്രോ എക്കണോമിക്സിൻ്റെ 5ാമത്തെ ചാപ്റ്ററാണ്. ഗവൺമെൻറ് ബജറ്റ് ആൻഡ് ദ ഇക്കോണമി എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. അതിൽ റവന്യൂ റെസിപ്റ്റ്, അതായത് റവന്യൂ വരവുകളും റവന്യൂ എക്സ്പെൻഡിച്ചർ, റവന്യൂ ചെലവുകളും എന്താണെന്ന് ചോദിക്കുന്നു. ഓക്കെ, കൃത്യമായിട്ട് പഠിക്കും. മറ്റൊരു ചോദ്യം, എക്സ്പ്ലെയിൻ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ ഗവൺമെൻറ് ബജറ്റ്. ഗവൺമെൻറ് ബജറ്റിൻ്റെ ലക്ഷ്യങ്ങൾ വിശദമാക്കുക. അതേ ചാപ്റ്ററിൽ തന്നെ ഉള്ളതാണ് ഈ ചോദ്യം. ആ ചാപ്റ്ററിൽ, അതായത് ഈ 5ാമത്തെ മൈക്രോ എക്കണോമിക്സിൻ്റെ 5ാമത്തെ ചാപ്റ്ററിൽ നിന്ന് തന്നെയാണ്. ഇതിൽ അതിൻ്റെ ഏറ്റവും വരുന്നത് ആദ്യത്തെ ടോപ്പിക്ക് തന്നെ ഗവൺമെൻറ് ബഡ്ജറ്റ് ഒബ്ജക്റ്റീവ്സ് ആണ്. അത് ഒബ്ജക്റ്റീവ്സ് എന്ന് ചോദിക്കാം. അതുപോലെ തന്നെ അതിൻ്റെ എന്താ പറയുക,
ഫീച്ചേഴ്സ് ചോദിക്കാം, അങ്ങനെയൊക്കെ ചോദ്യം വരാറുണ്ട്. എക്സ്പ്ലെയിൻ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ ഗവൺമെൻറ് ബജറ്റ്, ഗവൺമെൻറ് ബജറ്റിൻ്റെ ലക്ഷ്യങ്ങൾ ചോദിക്കാം, ഗവൺമെൻറ് ബജറ്റിൻ്റെ പ്രത്യേകതകൾ ചോദിക്കാം, ഇങ്ങനെയൊക്കെ ആ ചോദ്യം വരാറുണ്ട്. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തൊരു ചോദ്യം, വാട്ട് യു മീൻ ബൈ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്? വാട്ട് യു മീൻ ബൈ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്? ചോദനത്തിൻ്റെ വിലയിലാസ്തികത എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? വാട്ട് യു മീൻ ബൈ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്? ചോദനത്തിൻ്റെ വിലയിലാസ്തികത എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? അതിൽ മറ്റൊരു ചോദ്യം, ഗ്രാഫിക്കലി എക്സ്പ്ലെയിൻ ദ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആൻഡ് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് കർവ്. പൂർണ്ണ ഇലാസ്തിക ചോദനം, പൂർണ്ണ ഇലാസ്തിക രഹിത ചോദനം എന്നിവ ഗ്രാഫിൻ്റെ സഹായത്തോടെ വിശദമാക്കുക എന്നാണ്. പൂർണ്ണ ഇലാസ്തിക ചോദനം, പൂർണ്ണ ഇലാസ്തിക രഹിത ചോദനം എന്നിവ ഗ്രാഫിൻ്റെ സഹായത്തോടെ വിശദീകരിക്കുക. ഇത് ഏതാ ചാപ്റ്റർ? ഇത് മൈക്രോ എക്കണോമിക്സിൻ്റെ രണ്ടാമത്തെ ചാപ്റ്റർ, തിയറി ഓഫ് ദ കൺസ്യൂമർ ബിഹേവിയറിലാണ്. അവിടെ നമുക്ക് ഡിമാൻഡ് കഴിഞ്ഞിട്ട് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്ന ഭാഗം വരുന്നുണ്ട്. ആ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിൽ ഇവിടെ എന്താണ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് ചോദിക്കുന്നു. അതുപോലെ തന്നെ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ടൈപ്സ് ഉണ്ട്, അതായത് നമുക്ക് 5 ടൈപ്സ് അവിടെ പറയുന്നുണ്ട്. ഓക്കെ, അത് ഏതൊക്കെയാണ്? അതാണ് ഈ പറയുന്നത് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ്, പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്, ഇലാസ്റ്റിക് ഡിമാൻഡ്, ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്, യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ്. അത് മാത്രമായിട്ട് 5 മാർക്കിന് ചോദിക്കാവുന്നതാണ്. അതിൻ്റെ എക്സ്പ്ലനേഷനും അതുപോലെ തന്നെ, അതായത് അതിൻ്റെ തിയറി എക്സ്പ്ലെയിൻ ചെയ്യണം, അതുപോലെ തന്നെ അതിൻ്റെ കർവുകളും ഒക്കെ കൊടുക്കാനുള്ള ഒരു 5 മാർക്കിൻ്റെ ഒരു 5 പോയിന്റ് ഉള്ളതാണ്. അതിലിവിടെ 2 പോയിന്റ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. പിന്നെ ഒരു ചോദ്യം അവിടെ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഡിമാൻഡ് എന്താണെന്നും ചോദിച്ചിട്ടുണ്ട്. ക്ലിയർ ആവുണ്ടോ? ഓക്കെ, വരുന്ന ചാപ്റ്റർ ഓർമ്മ ഉണ്ടല്ലോ, ഏതാണ്? മൈക്രോ എക്കണോമിക്സിൻ്റെ രണ്ടാമത്തെ ചാപ്റ്റർ, തിയറി ഓഫ് ദ കൺസ്യൂമർ ബിഹേവിയർ. അടുത്തൊരു ചോദ്യം, RBI പബ്ലിഷേഴ്സ് ഫിഗേഴ്സ് ഫോർ 4 alternative measures of money supply. RBI publishes figures for 4 alternative measures of money supply. പണപ്രദാനത്തിൻ്റെ 4 വിവിധ അളവുകളുടെ കണക്കുകൾ RBI പ്രസിദ്ധീകരിക്കുന്നു. ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓക്കെ, പണപ്രദാനത്തിൻ്റെ 4 വിവിധ അളവുകളുടെ കണക്കുകൾ RBI പ്രസിദ്ധീകരിക്കുന്നു. ആ സ്റ്റേറ്റ്മെൻറ്റിനെ ബേസ് ചെയ്തിട്ട് 2 ചോദ്യം വന്നിട്ടുണ്ട്. എല്യൂസിഡേറ്റ് 4 മെഷേഴ്സ് ഓഫ് മണി സപ്ലൈ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ പണപ്രദാനത്തിൻ്റെ 4 അളവുകൾ വ്യക്തമാക്കുക. ഇന്ത്യയിലെ പണപ്രദാനത്തിൻ്റെ 4 അളവുകൾ വ്യക്തമാക്കുക. മറ്റൊരു ചോദ്യം, ഐഡൻറ്റിഫൈ നാരോ മണി ആൻഡ് ബ്രോഡ് മണി. ഐഡൻറ്റിഫൈ നാരോ മണി ആൻഡ് ബ്രോഡ് മണി. സങ്കുചിത പണം, വിശാല പണം എന്നിവ തിരിച്ചറിയുക. നാരോ മണി, സങ്കുചിത പണം, ബ്രോഡ് മണി, വിശാല പണം എന്നിവ തിരിച്ചറിയുക. ഇത് ഏത് ചാപ്റ്ററിലാണ്? ഇത് മാക്രോ എക്കണോമിക്സിൻ്റെ 3ാമത്തെ ചാപ്റ്റർ, മണി ആൻഡ് ബാങ്കിങ് എന്ന് പറയുന്നതിൽ ഗവൺമെൻറ്റിൻ്റെ, അതായത് RBIയുടെ നിയമപരമായ അളവുകൾ, അല്ലെ, പണത്തിൻ്റെ നിയമപരമായ അളവുകൾ, ലീഗൽ ഡെഫിനിഷൻസ് ഓഫ് മണി എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളവിടെ പഠിച്ചിട്ടുണ്ടാവും. നിയമപരമായ അളവുകൾ, പണത്തിൻ്റെ നിയമപരമായ അളവുകൾ, ആ സംഗതിയാണ് ഈ ചോദ്യം വന്നിരിക്കുന്നത്. മെഷേഴ്സ് ഓഫ് മണി സപ്ലൈ എന്നാണ്. 4 മെഷേഴ്സ് ഉണ്ട്, M1, M2, M3, M4. അതാണ് ചോദ്യം വന്നിരിക്കുന്നത്. അതിൽ പിന്നെ ഏതൊക്കെയാണ് ഇന്ത്യയിലെ പണപ്രദാനത്തിൻ്റെ അളവുകൾ? 4 അളവുകൾ ഏതൊക്കെയാണ്? M1, M2, M3, M4 ആണ്. പിന്നെ അതുപോലെ തന്നെ എന്താണ് അതിൽ സങ്കുചിത പണം എന്ന് പറയുന്നത് ഏതാണ്, വിശാല പണം എന്ന് പറയുന്നത് ഏതാണ്, അത് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ചോദ്യം. ഓക്കെ, അടുത്തൊരു ചോദ്യം വരുന്നത്, ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ഓപ്പൺ ഇക്കോണമി ആൻഡ് ക്ലോസ്ഡ് എക്കോണമി. 2 ചോദ്യങ്ങളാണ് അതിലുള്ളത്. ഓപ്പൺ എക്കോണമിയും ക്ലോസ്ഡ് എക്കോണമിയും, തുറന്ന സമ്പദ് വ്യവസ്ഥയും അടഞ്ഞ സമ്പദ് വ്യവസ്ഥയും എന്താണെന്ന് വേർതിരിച്ചെഴുതുക. ഓക്കെ, തുറന്ന സമ്പദ് വ്യവസ്ഥയും അടഞ്ഞ സമ്പദ് വ്യവസ്ഥയും എന്താണെന്ന് വേർതിരിച്ചെഴുതാൻ ചോദ്യം വന്നിരിക്കുന്നു. അതുപോലെ തന്നെ അതിൽ 2ാമത്തെ ക്വസ്റ്റ്യൻ, പ്രൊഡക്റ്റ് മാർക്കറ്റ് ഈസ് വൺ ഓഫ് ദ ലിങ്കേജസ് ത്രൂ വിച്ച് ഓപ്പൺ എക്കോണമീസ് എസ്റ്റാബ്ലിഷ് എക്കോണമിക് റിലേഷൻസ് വിത്ത് rest of the world. Explain other 2 linkages. തുറന്ന സമ്പദ് വ്യവസ്ഥകൾ തമ്മിൽ സാമ്പത്തിക ബന്ധം സ്ഥാപിക്കുന്നതിനുള്ള ഒരു മാർഗമാണ് ഉൽപ്പന്ന കമ്പോളം. ഓക്കെ, ഉൽപ്പന്ന കമ്പോളം. മറ്റ് 2 മാർഗങ്ങൾ വിശദീകരിക്കുക. അതായത് പ്രൊഡക്റ്റ് മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ഉൽപ്പന്ന വിപണി എന്നൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവുക. നമ്മുടെ നോട്ടിലൊക്കെ അങ്ങനെയാണ്. ഉൽപ്പന്ന വിപണി, ഇവിടെ ഉൽപ്പന്ന കമ്പോളം, വിപണിക്ക് കമ്പോളം എന്ന് കൊടുത്തു എന്നുള്ളൂ. അപ്പോൾ തുറന്ന സമ്പദ് വ്യവസ്ഥ, മറ്റു രാജ്യങ്ങളുമായിട്ട് ബന്ധം പുലർത്തുന്ന ഒരു തുറന്ന സമ്പദ് വ്യവസ്ഥയുള്ള രാജ്യത്തിൻ്റെ 3 ലിങ്കേജസ്, അതാണ് നമ്മളവിടെ നോട്ട് ചെയ്യേണ്ട വാക്ക്. മനസ്സിലായോ? വലിയ ചോദ്യമൊക്കെ കാണുമ്പോൾ അതിൽ നമ്മൾ ആ ചോദ്യം ഒന്ന് വായിച്ചു നോക്കുമ്പോൾ നമുക്ക് പരിചയമുള്ള ചില
പദങ്ങൾ ഉണ്ടാകും. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, എന്താണ് പ്രൊഡക്റ്റ് മാർക്കറ്റ് ഈസ് വൺ ഓഫ് ദ ലിങ്കേജസ്. ലിങ്കേജസ് അവിടെ ഒന്ന് വരച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം കിട്ടി. ലിങ്കേജസ്. അപ്പോൾ പ്രൊഡക്റ്റ് മാർക്കറ്റ് ഈ ഓപ്പൺ എക്കോണമിയിലുള്ള രാജ്യങ്ങളുടെ ഒരു ലിങ്കേജ് ആണ്. എന്താണ്? ഒരു സാമ്പത്തിക ബന്ധമാണ്. ഓക്കെ, അതുപോലെ തന്നെ മറ്റ് 2 മാർഗങ്ങൾ ഏതൊക്കെയാണെന്നാണ് അവിടെ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ഈ ചോദ്യം വന്നിരിക്കുന്നത് എവിടെയാണ്? ഈ ചോദ്യം വന്നിരിക്കുന്നത് നമ്മുടെ മാക്രോ എക്കണോമിക്സിൻ്റെ ലാസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള അല്ലേ, ഓപ്പൺ എക്കോണമി ആൻഡ് മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നാണ്. 6ാമത്തെ ചാപ്റ്ററാണ് മാക്രോ എക്കണോമിക്സിൻ്റെ ലാസ്റ്റ് ചാപ്റ്റർ. അതിൻ്റെ തുടക്കത്തിൽ തന്നെ ഈ ചോദ്യമാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഈ ടോപ്പിക്കാണ് കാണാൻ സാധിക്കുക. കൃത്യമായിട്ട് പഠിച്ചോ, വെരി ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണത്. ഓക്കെ, അടുത്തൊരു ചോദ്യം, ഫൈൻഡ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ്, ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ്, ആവറേജ് ഫിക്സ്ഡ് കോസ്റ്റ്, ആവറേജ് വേരിയബിൾ കോസ്റ്റ്, ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റ്. അറിയാലോ, ഇത് കേൾക്കുമ്പോൾ തന്നെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. TFC, TVC, TC, AFC, AVC, SMC ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ തന്നിട്ട് അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇത് ചാപ്റ്റർ മൈക്രോ എക്കണോമിക്സിൻ്റെ 3ാമത്തെ ചാപ്റ്ററാണ്. പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റിലെ കോസ്റ്റ് എന്ന് പറയുന്ന ഭാഗത്ത് വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ഒരു കാലത്ത് essay ഒക്കെ ചോദിച്ചിരുന്നതാണ്. ഇപ്പോൾ അത് 5 മാർക്കിലേക്ക് വന്നിട്ടുണ്ട്. എന്തായാലും essay അല്ലെങ്കിൽ 5 മാർക്ക് നമുക്ക് സാധ്യത വളരെ കൂടുതലുള്ളതാണ്. TVC കാണണം, TFC കാണണം, AFC കാണണം, AVC കാണണം, SMC കാണണം. ഇതിൽ ഇന്നത് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് അങ്ങനെ മാത്രമേ വരുള്ളൂ എന്നൊന്നുമില്ല. നമുക്കൊരു 3 കോളം തന്നിട്ട് ബാക്കി 5 കോളം കാണാൻ വേണ്ടി നമ്മളോട് സാധാരണ പറയാറുണ്ട്. അല്ലെങ്കിൽ ഇതിൻ്റെ ഏതെങ്കിലും 3 കാര്യങ്ങളുടെ 3-4 കാര്യങ്ങളുടെ ഒക്കെ ഇക്വേഷൻസ് ഒക്കെ എഴുതാൻ വേണ്ടിയിട്ട് അങ്ങനെ ചോദിക്കുക. അപ്പോൾ ഇവിടെ ഇത് കാണാൻ വേണ്ടി പറയുമ്പോഴും നമ്മൾ സമവാക്യം കൊടുക്കേണ്ടത് നിർബന്ധമാണ്. ഓക്കെ, അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകുന്നു. എക്സ്പ്ലെയിൻ ദ 3 കണ്ടീഷൻസ് ഓഫ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഓഫ് ഫേം പെർഫെക്റ്റ് കോമ്പറ്റീഷൻ വിത്ത് ഹെൽപ്പ് ഓഫ് എ ഡയഗ്രാം ഇൻ എ ഷോർട്ട് റൺ. ഓക്കെ, വളരെ വലിയ ലെങ്തി ആയിട്ട് ചോദ്യം കൊടുത്തിട്ടുണ്ട്, പക്ഷേ വളരെ സിമ്പിളായുള്ള കാര്യമാണ്. 3 കണ്ടീഷൻസ് ഓഫ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഓഫ് ദ ഫേം പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. ഓക്കെ, പൂർണ്ണ മത്സര കമ്പോളത്തിൽ അല്ലെങ്കിൽ പരിപൂർണ മത്സര കമ്പോളത്തിലെ ഹ്രസ്വകാലയളവിൽ പരമാവധി ലാഭം ഉണ്ടാക്കുന്ന 3 അവസ്ഥകൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. ഹ്രസ്വകാലയളവിൽ പരമാവധി ലാഭം നേടുന്നതിനുള്ള പരിപൂർണ മത്സര കമ്പോളത്തിൻ്റെ 3 അവസ്ഥകൾ ചിത്രത്തിൻ്റെ സഹായത്തോടെ വിശദീകരിക്കാനാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അത് ചാപ്റ്റർ 4 മൈക്രോ എക്കണോമിക്സ്. ചാപ്റ്റർ 4 മൈക്രോ എക്കണോമിക്സ്. ഓക്കെ, ദ തിയറി ഓഫ് ദ ഫേം അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. essay സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, പിന്നെ നമുക്ക് മറ്റൊരു ചോദ്യം വരുന്നത്, ഡിഫറെൻറ്റ് കൺട്രീസ് ഹാവ് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് ഡിറ്റർമിനിങ് ദെയർ കറൻസീസ് എക്സ്ചേഞ്ച് റേറ്റ്. ഒരു പ്രസ്താവനയാണ്. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എക്സ്ചേഞ്ച് റേറ്റ്? ഡയഗ്രമാറ്റിക്കലി എക്സ്പ്ലെയിൻ എനി വൺ. ഓക്കെ, അപ്പോൾ എന്താ ചോദ്യം? വിവിധ രാജ്യങ്ങളിൽ വിവിധ തരത്തിലാണ് അവരുടെ കറൻസിയുടെ വിനിമയ നിരക്ക് നിർണ്ണയിക്കുന്നത്. വിവിധ രാജ്യങ്ങളിൽ വിവിധ തരത്തിലാണ് അവരുടെ കറൻസിയുടെ വിനിമയ നിരക്ക് നിർണ്ണയിക്കുന്നത്. വിനിമയ നിരക്ക് നിർണ്ണയിക്കുന്ന രീതികൾ ഏതെല്ലാമാണ്? ഏതെങ്കിലും ഒരു രീതി ഡയഗ്രത്തിൻ്റെ സഹായത്തോടെ വിവരിക്കുക. ഇതാണ് ചോദ്യം. ഇത് ചാപ്റ്റർ 6 മാക്രോ എക്കണോമിക്സ്. ചാപ്റ്റർ 6 മാക്രോ എക്കണോമിക്സ്. ഓപ്പൺ എക്കോണമി ആൻഡ് മാക്രോ എക്കണോമിക്സിലെ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് കഴിഞ്ഞിട്ട് ഡിറ്റർമിനേഷൻ ഓഫ് എക്സ്ചേഞ്ച് റേറ്റ് അല്ലെങ്കിൽ വിനിമയ നിരക്ക് നിർണ്ണയിക്കുന്ന രീതികൾ എന്ന് പറഞ്ഞൊരു ടോപ്പിക് ഉണ്ട്. വെരി ഇമ്പോർട്ടൻറ്റ്. എന്തായാലും ഇതൊന്ന് ചോദ്യം ഉണ്ടാകും. ഇതൊന്ന് ചോദ്യം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇറങ്ങി ഇങ്ങോട്ട് പോരെ. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. ഓക്കെ, ഈ ചോദ്യം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. കൃത്യമായിട്ട് പഠിച്ചോണ്ടു. അടുത്തൊരു ചോദ്യം വരുന്നത്, എ കൺസ്യൂമർ വാണ്ട്സ് ടു കൺസ്യൂം 2 ഗുഡ്സ് X and Y വിത്ത് ദ ഇൻകം ഓഫ് ₹20. The price of 2 goods are ₹4 and ₹5 റെസ്പെക്റ്റീവ്ലി. ഓക്കെ, പറഞ്ഞെന്താണ്? എക്സ് വൈ എന്നീ 2 സാധനങ്ങൾ തൻ്റെ വരുമാനമായ ₹20 വാങ്ങുവാൻ ഒരു ഉപഭോക്താവ് ആഗ്രഹിക്കുന്നു. എക്സിൻ്റെയും വൈയുടെയും വിലകൾ യഥാക്രമം ₹4 ₹5. എക്സിൻ്റെ വില ₹4, വൈയുടെ വില ₹5. ചോദ്യം വന്നിരിക്കുന്നത്, റൈറ്റ് ദ ഇക്വേഷൻ ഓഫ് ബജറ്റ് ലൈൻ. ബജറ്റ് ലൈൻ്റെ സൂത്രവാക്യം എഴുതുക. മറ്റൊരു ചോദ്യം, കാൽക്കുലേറ്റ് ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ്, വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ്. ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റും വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റും കാണുക. മറ്റൊരു ചോദ്യം, ഡ്രോ ദ ബജറ്റ് ലൈൻ. ബജറ്റ് ലൈൻ വരയ്ക്കുക. ഓക്കെ, 5 മാർക്കിന് ചോദ്യമാണ്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. മൈക്രോ എക്കണോമിക്സിൻ്റെ 2ാമത്തെ ചാപ്റ്ററിൽ ബജറ്റ് ലൈൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട്. ആ ഭാഗത്താണ് നമുക്കിതൊക്കെ വരുന്നത്. കൃത്യമായിട്ട് നിങ്ങളത് ചെയ്ത് പഠിക്കുക. അടുത്തൊരു ചോദ്യം, മാക്രോ എക്കണോമിക്സിൻ്റെ 5ാമത്തെ ചാപ്റ്ററിൽ നിന്ന് ഗവൺമെൻറ് ബജറ്റ് ആൻഡ് എക്കോണമി എന്ന് പറയുന്ന ചാപ്റ്ററിൽ
നിന്നാണ്. കംപ്ലീറ്റ് ദ ഫോളോവിങ് ചാർട്ട്, ഫ്ലോ ചാർട്ടാണ് തന്നിരിക്കുന്നത്. ഈ ഫ്ലോ ചാർട്ട് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് വളരെ സിമ്പിളായിട്ട് ഇതുപോലെ തന്നെ ടെക്സ്റ്റ് ബുക്കിലും നിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടാവും, ടെക്സ്റ്റ് ബുക്കിലും കൊടുത്തിട്ടുണ്ട്. അത് ഇതേപോലെ തന്നെ നിങ്ങൾ നോട്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഗവൺമെൻറ് ബജറ്റ്, റവന്യൂ ബജറ്റ്, ക്യാപിറ്റൽ ബജറ്റ്. റവന്യൂ ബജറ്റിനെ വീണ്ടും നമ്മൾ തരംതിരിക്കും. റവന്യൂ റെസിപ്റ്റ്, റവന്യൂ എക്സ്പെൻഡിച്ചർ. ടാക്സ് റവന്യൂ, നോൺ ടാക്സ് റവന്യൂ. ഓക്കെ, ഇതാണ് നമ്മളൊരു വൺ സൈഡ്, ലെഫ്റ്റ് സൈഡിൽ നമ്മളിതിങ്ങനെ താഴേക്ക് കൊണ്ടുപോകേണ്ടത്. റൈറ്റ് സൈഡിൽ നോക്കൂ, അവിടെ ക്യാപിറ്റൽ ബഡ്ജറ്റ് നമ്മൾ എഴുതുന്നു. പിന്നെ അതിൻ്റെ രണ്ട് ഭാഗങ്ങൾ, ക്യാപിറ്റൽ റെസിപ്റ്റ്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഇതേപോലെ തന്നെ അങ്ങോട്ട് ചെയ്ത് പഠിച്ചാൽ മതി. വളരെ സിമ്പിളാണ്. ഇതേപോലെ തന്നെയാണ് പരീക്ഷയ്ക്ക് വരുന്നത് കേട്ടോ, വേറെ മാറ്റമൊന്നും ഉണ്ടാവില്ല. ഇത് വരുന്ന ചാപ്റ്റർ മനസ്സിലായുണ്ടല്ലോ, മാക്രോ എക്കണോമിക്സിൻ്റെ 5ാമത്തെ ചാപ്റ്ററാണ്. ഞാനത് അതിൻ്റെ ആൻസർ ഒന്നുകൂടെ പറയാം. ഗവൺമെൻറ് ബജറ്റാണ്. ഗവൺമെൻറ് ബജറ്റിൻ്റെ രണ്ട് ഭാഗങ്ങൾ, റവന്യൂ ബജറ്റ്, ക്യാപിറ്റൽ ബജറ്റ്. ഓക്കെ, റവന്യൂ ബജറ്റിൻ്റെ രണ്ട് ഭാഗങ്ങളാണ് റവന്യൂ റെസിപ്റ്റ്, റവന്യൂ എക്സ്പെൻഡിച്ചർ. ഓക്കെ, ഈ റവന്യൂ റെസിപ്റ്റിന് വീണ്ടും രണ്ടായിട്ട് തരംതിരിക്കുന്നു, ടാക്സ് റവന്യൂ, നോൺ ടാക്സ് റവന്യൂ. ക്ലിയർ അല്ലേ? ഇനി റൈറ്റ് സൈഡിലേക്ക് നമ്മൾ പറഞ്ഞു, അവിടെ ക്യാപിറ്റൽ ബജറ്റ് ഉണ്ട്. ക്യാപിറ്റൽ ബജറ്റിൻ്റെ രണ്ട് ഭാഗങ്ങൾ, ക്യാപിറ്റൽ റെസിപ്റ്റ്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. അടുത്തൊരു ചോദ്യം, എക്സ്പ്ലെയിൻ കൺസ്യൂമേഴ്സ് ഒപ്റ്റിമം വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഡയഗ്രാം. കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം ആണ് ചോദിച്ചിരിക്കുന്നത്. ഇതൊക്കെ ഇപ്പോൾ എസ് എ ചോദിക്കുന്നുണ്ട്. നമ്മൾ IC കർവിൻ്റെ പ്രത്യേകതയും അതുപോലെ തന്നെ ഈ കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം അല്ലെങ്കിൽ ഒപ്റ്റിമൽ ചോയ്സ് ഓഫ് എ കൺസ്യൂമർ എന്ന് പറഞ്ഞിട്ടുള്ള ചോദ്യം നിങ്ങൾ ഈ 2024 നിങ്ങൾ മാർച്ചിൽ എഴുതിയ ക്വസ്റ്റ്യൻ ആണ്, എസ് എ ആണ്. ഓക്കെ, അപ്പോൾ അത് 5 മാർക്കിനും ചോദിക്കാം, അതുപോലെ തന്നെ എസ് എയും ചോദിക്കാം. സാധ്യത വളരെ കൂടുതൽ എസ് എക്കാണ്. ഓക്കെ, അപ്പോൾ അത് വരുന്നത് ചാപ്റ്റർ മൈക്രോ എക്കണോമിക്സിൻ്റെ 2 തിയറി ഓഫ് ദ കൺസ്യൂമർ ബിഹേവിയറിൽ നിന്ന്. ഓക്കെ, അടുത്ത ഒരു ചോദ്യം വരുന്നത്, എക്സ്പ്ലെയിൻ ദ കമ്പോണൻസ് ഓഫ് അഗ്രിഗേറ്റ് ഡിമാൻഡ് ഇൻ 2 സെക്ടർ എക്കോണമി വിത്ത് എ ഡ്രോ അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ്. ഓക്കെ, എന്താണ് എക്സ്പ്ലെയിൻ ദ കമ്പോണൻസ് ഓഫ് അഗ്രിഗേറ്റ് ഡിമാൻഡ് ഇൻ 2 സെക്ടർ എക്കോണമി ആൻഡ് ഡ്രോ അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ്. ഇവിടെ ദ്വിമേഖലാ സമ്പദ് വ്യവസ്ഥയിലെ സഞ്ചിത ചോദനത്തിൻ്റെ ഘടകങ്ങൾ വിശദീകരിക്കുക, സഞ്ചിത ചോദന വക്രം വരയ്ക്കുക എന്നുള്ളതാണ്. ദ്വിമേഖലാ സമ്പദ് വ്യവസ്ഥ എന്ന് കാണുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ചെയ്യേണ്ടത്, ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഇത് നാഷണൽ ഇൻകം അക്കൗണ്ടിങ്ങിലെ ദ്വിമേഖലാ സമ്പദ് വ്യവസ്ഥയുടെ വരുമാനത്തിൻ്റെ ചാക്രിക പ്രവാഹമല്ല. ഓക്കെ, അങ്ങനെ വിചാരിക്കരുത്. അങ്ങനെ വിചാരിച്ച് എഴുതി പോയവരൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ദ്വിമേഖല, അതായത് 2 സെക്ടർ എക്കോണമി, അത് നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി തന്നതാണ്. ഇതൊരു ക്ലോസ്ഡ് എക്കോണമിയാണ് സംഭവം. ഇവിടെ ശരിക്കും ഈ അഗ്രിഗേറ്റ് ഡിമാൻഡിൻ്റെ ഒരു ടോപ്പിക്ക് വരുന്നത് ക്ലോസ്ഡ് എക്കോണമിയിലാണ്. അതാണ് 2 സെക്ടർ എക്കോണമിയും ക്ലോസ്ഡ് എക്കോണമി തന്നെയാണ്. പക്ഷെ അതിനെ പറയാതെ നിങ്ങളോട് 2 സെക്ടർ എക്കോണമി എന്ന് അങ്ങോട്ട് പറയുക, ദ്വിമേഖലാ സമ്പദ് വ്യവസ്ഥ എന്ന് പറയാം. അപ്പോൾ നിങ്ങൾ നേരെ എവിടേക്ക് പോകും? ദ്വിമേഖലാ സമ്പദ് വ്യവസ്ഥ എന്ന് പറയുമ്പോൾ നിങ്ങൾ നേരെ മാക്രോ എക്കണോമിക്സിൻ്റെ 2ാമത്തെ ചാപ്റ്റർ നാഷണൽ ഇൻകം അക്കൗണ്ടിങ്ങിലെ ദ്വിമേഖലാ സമ്പദ് വ്യവസ്ഥയിലെ വരുമാനത്തിൻ്റെ ചാക്രിക പ്രവാഹം എന്ന് പറഞ്ഞിട്ട് ചക്രത്തിൽ വരയ്ക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ചക്രം പോലെ വരയ്ക്കുന്ന ഒരു ആരോ മാർക്കൊക്കെ കൊടുത്തിട്ട് ഒരു കർവ് ഉണ്ടല്ലോ, അതാണ് നിങ്ങൾ വരച്ചു വെക്കുക. പക്ഷേ അതല്ല ഇവിടെ ഉത്തരം. ഇവിടെ ഏതാണ്? ഇവിടെ മാക്രോ എക്കണോമിക്സിൻ്റെ 4ാമത്തെ ചാപ്റ്റർ ഇൻകം ഡിറ്റർമിനേഷൻ, വരുമാന നിർണ്ണയം എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ട്. ആ ചാപ്റ്ററിലെ കാര്യങ്ങളാണിത്. ഓക്കെ, അവിടെ ഇതിൻ്റെ ഘടകങ്ങൾ, അതായത് AD = C+I, അതാണ് ആൻസർ വരുന്നത്. AD = C+I, അതായത് സമ്പദ് വ്യവസ്ഥയിൽ, ദ്വിമേഖലാ സമ്പദ് വ്യവസ്ഥയിലെ സഞ്ചിത ചോദനം, അഗ്രിഗേറ്റ് ഡിമാൻഡ് ആണ് AD, സഞ്ചിത ചോദനം. അതിൻ്റെ ഘടകങ്ങൾ C+I ആണ്. സഞ്ചിത ചോദന വക്രം വരയ്ക്കാനാണ്. അത് നമ്മൾ ഒരു XY ആക്സിസ് വരച്ചിട്ട് Y ആക്സിസിൽ നിന്ന് മുകളിലോട്ട് ഒരു രേഖ വരയ്ക്കുകയാണ്. അത്രയേ ഉള്ളൂ സംഭവം. മനസ്സിലായില്ലേ? അടുത്തൊരു ചോദ്യം, റൈറ്റ് എനി 3 ഫീച്ചേഴ്സ് ഓഫ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെ ഏതെങ്കിലും ഫീച്ചേഴ്സ് എഴുതാൻ, 3 ഫീച്ചേഴ്സ് എഴുതാനും 3 പ്രത്യേകതകൾ എഴുതാനാണ്. ഇത് നമുക്ക് വരുന്നത് എവിടെയെന്ന് അറിയാം, മൈക്രോ എക്കണോമിക്സിൻ്റെ 4ാമത്തെ ചാപ്റ്റർ തിയറി ഓഫ് ദ ഫേം അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ചാപ്റ്റർ തുടങ്ങുമ്പോൾ തന്നെ ഉള്ളതാണ് ഫീച്ചേഴ്സ് ഓഫ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, അതായത് പൂർണ്ണ മത്സര കമ്പോളത്തിൻ്റെ സവിശേഷതകൾ. അതിവിടെ 3 എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. 2ാമത്തെ ഒരു ചോദ്യം ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഓൺ ദ ബേസിസ് ഓഫ് ദ ഫോളോവിങ് ടേബിൾ കാൽക്കുലേറ്റ് AR ആൻഡ് MR.
MR ഇതും അതിലുള്ള തന്നെയാണ്. അതായത് താഴെ കൊടുത്തിരിക്കുന്ന പട്ടികയുടെ അടിസ്ഥാനത്തിൽ ARഉം MRഉം കാണുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. താഴെ കൊടുത്തിരിക്കുന്ന പട്ടികയുടെ അടിസ്ഥാനത്തിൽ ARഉം MRഉം കാണുക. അതിൻ്റെ ഇക്വേഷൻസ് ഒക്കെ വെച്ച് പഠിക്കുകയാണ് വേണ്ടത്. ഓക്കെ, AR എങ്ങനെ കാണുക? AR ഈക്വൽ ടു TR/Q ആണ്, MR ഈക്വൽ ടു TR മൈനസ് TR ആണ്. അങ്ങനെ പഠിക്കുക കേട്ടോ. ഇത് നമ്മൾ പറയുന്നത് സ്റ്റേറ്റ് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ വിത്ത് ഹെൽപ്പ് ഓഫ് എ ഡയഗ്രാം എന്നുള്ളതാണ്. അതായത് ചിത്രത്തിന്റെ സഹായത്തോടെ വിഭേദക അനുപാത നിയമം വിശദീകരിക്കുക. ചിത്രത്തിന്റെ സഹായത്തോടെ വിഭേദക അനുപാത നിയമം ഒരു ചിത്രത്തിന്റെ സഹായത്താൽ പ്രതിപാദിക്കുക എന്നാണ്. ഇത് ചാപ്റ്റർ 3 മൈക്രോ എക്കണോമിക്സ് പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിലുള്ളതാണ്. അടുത്തൊരു ചോദ്യം വരുന്നത് ഫൈൻഡ് സേവിങ് APC, MPC, APS ആൻഡ് MPS ഇൻ ദ ഗിവൺ ടേബിൾ എന്നാണ്. ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ആ ടേബിളിൽ ചില വിട്ട കോളങ്ങൾ കൊടുക്കുന്നത് കാണാം. സേവിങ് APC, MPC, APS, MPS ഇത് കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് മാക്രോ എക്കണോമിക്സിൻ്റെ 4ാമത്തെ ചാപ്റ്ററാണ്. മാക്രോ എക്കണോമിക്സിൻ്റെ 4ാമത്തെ ചാപ്റ്റർ ഏതാണ്? ഇൻകം ഡിറ്റർമിനേഷൻ, വരുമാന നിർണ്ണയം. ഈ ചോദ്യം ഇങ്ങനെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലൊക്കെ വരുന്നതാണ്. APC, MPC, APS, MPS ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. തിയറിയും ഇക്വേഷനും എഴുതാൻ പറയും. ഓക്കെ, അല്ലെങ്കിൽ ഇതുപോലെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറയും. എന്തായാലും ചോദ്യം മസ്റ്റാണ്. ഓക്കെ, അപ്പോൾ സേവിങ് എങ്ങനെ കാണും? ഇൻകവും കൺസംഷനും കൊടുത്തിട്ടുണ്ട്. സേവിങ് കാണാം. ഇൻകം മൈനസ് കൺസംഷനാണ് സേവിങ്. ഇൻകത്തിൽ നിന്ന് കൺസംഷൻ മൈനസ് ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ് സേവിങ്. അതുപോലെ തന്നെ APC എന്ന് പറഞ്ഞാൽ എന്താ? C/Y ആണ്. C/Y. C എന്ന് പറഞ്ഞാൽ കൺസംഷൻ, Y എന്ന് പറഞ്ഞാൽ ഇൻകം ആണ്. ഓക്കെ, അപ്പോൾ APC ഈക്വൽ ടു C/Y ആണ്. MPCയോ? MPC എന്ന് പറഞ്ഞാൽ ഡെൽറ്റ C/Δy ആണ്. ഡെൽറ്റ C/Δy എന്ന് പറഞ്ഞാൽ കൺസംഷനിലുള്ള മാറ്റം ഡിവൈഡഡ് ബൈ ഇൻകത്തിലുള്ള മാറ്റം. ഓക്കെ, അടുത്തത് APS ആണ്. APS എന്ന് പറഞ്ഞാൽ S ഡിവൈഡഡ് ബൈ Y ആണ്. S ഡിവൈഡഡ് ബൈ Y. ഓക്കെ, S എന്ന് പറഞ്ഞത് സേവിങ് ആണ്. അതുപോലെ തന്നെ Y എന്ന് പറഞ്ഞത് ഇൻകം ആണ്. സേവിങ്ങിനെ ഇൻകം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. MPS എന്ന് പറഞ്ഞാൽ ഡെൽറ്റ S ഡിവൈഡഡ് ബൈ ഡെൽറ്റ Y ആണ്. ഡെൽറ്റ S ഡിവൈഡഡ് ബൈ ഡെൽറ്റ Y ആണ്. അതായത് ഡെൽറ്റ S എന്ന് പറഞ്ഞാൽ നമ്മുടെ സമ്പാദ്യത്തിലുണ്ടാകുന്ന അല്ലെങ്കിൽ സേവിങ്ങിലുണ്ടാകുന്ന മാറ്റവും അതുപോലെ തന്നെ ഇൻകത്തിലുണ്ടാകുന്ന മാറ്റവും തമ്മിൽ ഹരിക്കുക. ഓക്കെ, ഇതാണ് സംഗതി. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രം നിങ്ങൾ പഠിച്ചാൽ 5 മാർക്കിന് വരുന്ന ചോദ്യങ്ങൾ ഇതിൽ നിന്നായിരിക്കും. കൃത്യമായിട്ട് എല്ലാ ചോദ്യങ്ങൾക്കും നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ പറ്റും. ചോയ്സ് അടക്കം നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ പറ്റും. ചോയ്സ് അടക്കം എഴുതേണ്ട ആവശ്യമില്ല, ഞാൻ പറയുകയാണ്. ഇതിൽ നിന്ന് മാത്രമേ നിങ്ങൾക്ക് 5 മാർക്കിൻ്റെ ചോദ്യം ഉണ്ടാവുള്ളൂ. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്, ഗ്യാരണ്ടീഡ് ആണ്. പഠിച്ചിട്ടേ പോകാവൂ. ഓക്കെ, അപ്പോൾ അടുത്ത ഒരു വീഡിയോ നമ്മൾ 4 മാർക്കിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളും അതിൻ്റെ വിവരണങ്ങളുമാണ് തരിക. അപ്പോൾ ഇത് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് 100% ഉപകാരപ്പെടുമെന്ന് ഉറപ്പാണ്. തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, ഷെയർ ചെയ്യാൻ മറക്കണ്ട. ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. ഇനി നമുക്ക് വീണ്ടും പുതിയൊരു ടോപ്പിക്കുമായി പുതിയ വീഡിയോയിൽ കാണാം. വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.